മറ്റു വാർത്തകളിലേക്ക്. കൈക്കൂലി കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഡിഐജി വിനോദ് കുമാറിന്റെ ജയിൽ സന്ദർശനങ്ങളിലും അന്വേഷണം തുടങ്ങി വിജിലൻസ്. വിനോദ് കുമാറിന്റെ രാത്രികാല ജയിൽ സന്ദർശനങ്ങളാണ് അന്വേഷിക്കുന്നത്. അതേസമയം വിനോദ് കുമാറിന്റെ വീട്ടിലും ക്വാർട്ടേഴ്സിലും നടത്തിയ പരിശോധനയിൽ ഭൂമി ഇടപാട് രേഖകളും ബാങ്ക് രേഖകളും വിജിലൻസ് പിടിച്ചെടുത്തു. ജയിൽ ആസ്ഥാനത്തെ ഡിഐജിയായ കെ വിനോദ് കുമാർ 2022 നടത്തിയ ജയിൽ സന്ദർശനങ്ങൾ ദുരൂഹമാണെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കോട്ടയം ജില്ലാ ജയിലിലും പൊൻകുന്നം മൂവാറ്റുപുഴ സബ് ജയിലുകളിലും വിനോദ് കുമാർ നടത്തിയ രാത്രികാല സന്ദർശനങ്ങളിൽ വിജിലൻസ് ഇതിനോടകം അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. അന്ന് ജയിലുകളിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് വിജിലൻസ് പ്രാഥമിക വിവരശേഖരണം നടത്തി. കോട്ടയം ജില്ലാ ജയിലിലെ വനിതാ തടവുകാരെയും വിനോദ് കുമാർ കണ്ടതായാണ് വിവരം. വിനോദ് കുമാറിന്റെ സന്ദർശനത്തിനെതിരെ അന്ന് മധ്യമേഖലാ ഡിഐജിയായിരുന്ന പി അജയ്കുമാർ റിപ്പോർട്ട് നൽകിയെങ്കിലും കാര്യമുണ്ടായില്ല. അജയ്കുമാറിന് ഈഗോ എന്ന് വിലയിരുത്തിയാണ് ജയിൽ വകുപ്പ് ആ റിപ്പോർട്ട് തള്ളിയത്. അതേസമയം വിനോദ് കുമാറിന്റെ ആലപ്പുഴയിലെ വീട്ടിലും തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള ക്വാർട്ടേഴ്സിലും വിജിലൻസ് പരിശോധന നടത്തി. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ ഭൂമി ഇടപാടുകളുടെ രേഖകളും ബാങ്ക് അക്കൌണ്ട് രേഖകളും പിടിച്ചെടുത്തു. എന്നാൽ കൈക്കൂലി വാങ്ങി തടവുകാർക്ക് പരോളും ജയിലിൽ സൌകര്യങ്ങളും ചെയ്തു നൽകിയതിന് വിജിലൻസ് കേസെടുത്തിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും വിനോദ് കുമാറിനെതിരെ വകുപ്പ് തല നടപടി ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഫയൽ എത്തിയിട്ട് 3 ദിവസവും പിന്നിട്ടു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.